എൻ്റെ പേര് ചിൻറ്റു കാർത്തികേയൻ. ഞാൻ ഏവിയേറ്റർ ട്രെയിനിങ് സ്കൂളിൻ്റെയും എയറോക്രാറ്റ് ഗ്ലോബലിൻ്റെയും മാനേജിങ് ഡയറക്ടറാണ്. നമ്മൾ റീസെൻ്റ്ലി സെർബിയ എന്ന് പറയുന്നൊരു രാജ്യം കൂടെ ആഡ് ചെയ്തു. ഫ്ലൈറ്റ് ട്രെയിനിങ്ങിനായിട്ട് നമ്മളെ സ്റ്റുഡൻസിന് അയക്കാനായിട്ട് നമ്മൾ സെർബിയ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ സെർബിയയെ പറ്റി 1000 ചോദ്യങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. നമ്മൾ വെബിനാറിലെല്ലാം ഈ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളത് കൊണ്ട് പലപ്പോഴും അത് ആൻസർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ പേഴ്സണലി എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് വിളിക്കുകയാണ്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം കൊളേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും കോമൺ ആയിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, അതായത് സെർബിയ എവിടെയാണ് എന്ന് വരെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, വേറെ സെർബിയ എവിടെയാണ്? ഇതിനകത്ത് പല വേന്ദ്രന്മാർക്കും സെർബിയ എന്ന് പറയുന്ന രാജ്യം മാറിപ്പോയി. ഞാനൊരു കാര്യം പറയാം. സെർബിയ എന്ന് പറയുന്നതും സൈബീരിയ എന്ന് പറയുന്നതും രണ്ട് സ്ഥലത്താണ്. സെർബിയ എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ ക്ലോസർ ടു യൂറോപ്പാണ്. സൈബീരിയ എന്ന് പറയുന്നത് റഷ്യയുടെ ഭാഗമാണ്. പണ്ട് സ്റ്റാലിൻ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളിയെ എതിർക്കുന്ന ആൾക്കാരെ ഗൂലാഗ് എന്ന് പറയുന്ന ഒരു ജയിലിൽ പിടിച്ചിടുന്ന ഭയങ്കര തണുത്ത ഒരു സ്ഥലമാണ്. ലോകത്തെ ഏറ്റവും തണുപ്പുള്ള ഒരു സ്ഥലമാണ് സൈബീരിയ എന്ന് പറയുന്നത്. സൈബീരിയ വേറെ. സെർബിയ എന്ന് പറയുന്നത് സൗത്ത് സെൻട്രൽ യൂറോപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ലാൻഡ് ലോക്ക്ഡ് രാജ്യമാണ്. ലൊക്കേഷൻ പറയുകയാണെങ്കിൽ സെർബിയയുടെ കുറച്ച് മേളിലേക്ക് നോർത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹംഗറിയാണ്. സെർബിയയും ഹംഗറിയെയും ഡിവൈഡ് ചെയ്യുന്നത് ദാനൂബ് എന്ന് പറയുന്ന ഒരു നദിയാണ്. ആ നദിയുടെ അക്കരെ സെർബിയയുടെ അവിടെ ദാനൂബ് എന്ന് പറയുന്ന റിവറുണ്ട്. ആ റിവറിൻ്റെ അക്കരെ ഞാനവിടെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മൾ ഈ റിവർ നമുക്ക് കാണാം. ബ്യൂട്ടിഫുൾ റിവർ. അപ്പോൾ ഹംഗറിയുടെ മേളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓസ്ട്രിയയിലെത്തും. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ വൈസ് സെർബിയ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ യൂറോപ്പിൻ്റെ ഭാഗമായിട്ടാണ് സെർബിയ വരിക. ഓക്കെ. ഇനി നമുക്ക് പോപ്പുലേഷൻ, മോസ്റ്റ്ലി അവിടെ ലാംഗ്വേജ്, നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് സെർബിയൻ ലാംഗ്വേജാണ്. ഒരുപാട് ടെക്നീഷ്യൻസ് വന്നിട്ടുള്ള രാജ്യമാണ്. നമുക്ക് AC കറണ്ട് തന്ന നിക്കോളായ് ടെസ്ല വാസ് സെർബിയൻ. അതുപോലെ തന്നെ അവിടുത്തെ കറൻസി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളുടെ കറൻസിയായിട്ട് വളരെ ക്ലോസ് ആണ്. നമ്മളെ കറൻസിയെക്കാളും അവർക്ക് അവരുടെ വാല്യൂ ഒരു 20 പൈസ കുറവാണ് അവരുടെ വാല്യൂ. ഓക്കെ. അതുപോലെ തന്നെ യൂറോപ്യൻ കോമൺ ഏവിയേഷൻ ഏരിയയുടെ കീഴിലാണ് അവർ വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇയാസയുടെ കീഴിലാണ്. എങ്ങനെയാണോ ഫെഡറൽ ഏവിയേഷൻ ഓഫ് അതോറിറ്റി US-ന് അവിടുത്തെ റെഗുലേറ്ററി ബോഡി ആവുന്നത്, അതേപോലെ യൂറോപ്പിലെ റെഗുലേറ്ററി ബോഡിയാണ് ഇയാസ. ഓക്കെ. അപ്പോൾ ഇയാസയുടെ കോമൺ ഏരിയയിൽ വരുന്ന ഒരു കൺട്രിയാണ് സെർബിയ എന്ന് പറയുന്നത്. വൈ സെർബിയ? അടുത്ത നിങ്ങളുടെ ചോദ്യമാണ്, വൈ സെർബിയ? സാറത്തിന് സെർബിയയിലോട്ട് സ്റ്റുഡൻസിനെ അയക്കുന്നു. ഓക്കെ. നമ്പർ 1 റീസൺ എന്ന് പറയുന്നത് അവർ യൂറോപ്യൻ കോമൺ ഏവിയേഷൻ ഏരിയയുടെ കീഴിൽ വരുന്ന ഒരു രാജ്യമായതുകൊണ്ടാണ്. അവർ മാത്രമല്ല, കുറേ രാജ്യങ്ങൾ വരുന്നുണ്ട്. മോൾഡോവ, മോണ്ടനെഗ്രോ. യൂറോപ്യൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഈ പെർട്ടിക്കുലർ റെഗുലേറ്ററി ബോഡിയുടെ കീഴിലുള്ള ട്രെയിനിങ് പല ഇൻ്റർനാഷണൽ എയർലൈൻസും ഫോളോ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളുടെ സിവിൽ ഏവിയേഷൻ നിയമങ്ങളും ഇയാസ ഇൻഫ്ലുവൻസ്ഡ് ആണ്. സേ ഫോർ എക്സാമ്പിൾ മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇയാസ റൂൾസ് ഇൻഫ്ലുവൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ കുറച്ചും കൂടെ കൂടും ഇയാസയുടെ കീഴിലുള്ള ലൈസൻസ് നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിന് ഇയാസയുടെ കീഴിൽ പഠിപ്പിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ
യൂറോപ്യൻ കൺട്രീസിൽ ട്രെയിൻ ചെയ്യാൻ രണ്ട് കടമ്പകളാണുള്ളത്. ഒന്ന്, ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. ജർമ്മനി, സ്പെയിൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ 1 കോടിക്ക് പുറത്താവും. പോർച്ചുഗൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളാണെങ്കിൽ പോർച്ചുഗൽ, ഹംഗറി ഒക്കെ ആണെങ്കിൽ എങ്ങനെ പോയാലും 80 ലക്ഷം രൂപയ്ക്ക് പുറത്താവും. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏവിയേറ്റർ ട്രെയിനിങ് സ്കൂൾ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂറോപ്യൻ കോമൺ ഏവിയേഷൻ ഏരിയയിൽ പെടുന്ന രാജ്യങ്ങൾ, ഈ പറയുന്ന സെർബിയ പോലുള്ള രാജ്യങ്ങളിൽ ഇയാസ കംപ്ലയൻറ്റ് ലൈസൻസ് ആണ് കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാസ ഓഡിറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് അവർ ഫോളോ ചെയ്യുന്നത്. സെയിം ട്രെയിനിങ് പ്രൊസീജിയറാണ്, എന്താണോ യൂറോപ്പിലുള്ളത് സെയിം ട്രെയിനിങ് പ്രൊസീജിയറാണ് സെർബിയ ഫോളോ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെർബിയൻ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇയാസ ലൈസൻസ് ആക്കാൻ, ഇയാസ CPL ആക്കാൻ സിമ്പിളായിട്ട് പരീക്ഷ മാത്രം എഴുതിയാൽ മതി. ഇതുകൊണ്ടാണ് വൺ ഓഫ് ദി റീസൺസ് വൈ ഐ സെലക്റ്റഡ് സെർബിയ. ഇനി രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെർബിയയുടെ പ്രോക്സിമിറ്റി. നമുക്ക് വിസ എടുക്കാൻ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് എത്താം, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ട്രാവലിംഗ് കോസ്റ്റ് ഭയങ്കര കുറവാണ്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ കറൻസി, നമുക്ക് ഇപ്പം സെർബിയയിൽ പോയി 1000 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം 1000 രൂപയാണ് ആയതെന്ന്. അപ്പോൾ അത് ഒരു റീസൺ, അത് നമ്മളുടെ സ്റ്റുഡൻസിന് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ ട്രെയിനിങ് ക്വാളിറ്റി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ട്രെയിനിങ് ഇയാസയുടെ ട്രെയിനിങ് പ്രൊസീജിയർ ഞാൻ പറഞ്ഞു തരേണ്ടി വരും. ഞാൻ ചുരുക്കി പറയാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളിൽ പലരും എൻ്റെ വെബിനാറിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലും US ട്രെയിനിങ്ങിൻ്റെ ഷെഡ്യൂൾ അറിയാമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് ആദ്യം PPL എടുക്കും, അതായത് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എടുക്കും. അതിനുശേഷം അവർ ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ് എടുക്കും. പിന്നെ അവർ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറക്കും. അത് കഴിഞ്ഞിട്ട് കൊമേഴ്ഷ്യൽ റേറ്റിംഗ് എടുക്കും. അത് കഴിഞ്ഞാൽ അവർക്ക് സിംഗിൾ എൻജിൻ കൊമേഴ്ഷ്യൽ ലൈസൻസ് കിട്ടും. ഓക്കെ, അത് കൊള്ളാം, ദാറ്റ്സ് വെരി ഗുഡ്. പക്ഷേ ഇയാസയുടെ ഇതിനേക്കാളും കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ശ്രദ്ധിച്ചോ? അതായത് നമുക്ക് ഇയാസയുടെ കീഴിൽ നമ്മൾ CPL എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇയാസ കംപ്ലയൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും റെഗുലേറ്ററിൻ്റെ കീഴിൽ നമുക്ക് CPL എടുക്കണമെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ ഇതാണ്. ആദ്യം നിങ്ങൾ PPL എടുക്കണം, പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എടുക്കണം. അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം എക്സാമിനേഷൻ എഴുതണം. ഏതാണ്ട് 9 പേപ്പർ ഉണ്ടാവും, നിങ്ങൾ ആ എക്സാമിനേഷൻ എഴുതണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ PPL ഫ്ലൈറ്റ് ട്രെയിനിങ് നടത്തണം. ഫ്ലൈറ്റ് ട്രെയിനിങ് നടത്തിയിട്ട് നിങ്ങൾ അതിൻ്റെ ചെക്ക് റൈഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ PPL കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും അടുത്ത നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ് എടുക്കും, US പോലെ അല്ല. നിങ്ങൾ PPL എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇയാസ റിക്വയർമെൻ്റ് അനുസരിച്ച് നിങ്ങൾ ATPL തിയറി പാസ്സാവണം. അതായത് നിങ്ങൾ സാധാരണഗതിയിൽ ഇന്ത്യയിലോ US CPL എടുത്തതിന് ശേഷമായിരിക്കും നിങ്ങൾ ATPL എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസിൻ്റെ തിയറി എക്സാമിനേഷൻ പാസ്സാവുക. പക്ഷേ ഇയാസയ്ക്ക് നിങ്ങൾ PPL എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ് എടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ATPL തിയറി നിങ്ങൾ പാസ്സാവണം. 14 പേപ്പറുണ്ട്, നിങ്ങളത് എഴുതി പാസ്സാവണം. ഓക്കെ, അത് എഴുതി പാസ്സായി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ് എടുക്കുക. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് അതായത് ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്പിയർ ചെയ്യണമെങ്കിൽ ഏതാണ്ട് 930-40 മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസ്സിൽ ട്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ ആ ട്രെയിനിങ് മാൻഡേറ്ററി ആയിട്ട് പങ്കെടുക്കണം. ആ ട്രെയിനിങ്ങിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവർ ബിൽഡിംഗ് ചെയ്യും. അതായത് നിങ്ങൾ കൈ തെളിയാൻ വേണ്ടി നിങ്ങൾ പറക്കും. ഓക്കെ, ഏതാണ്ട് 80 മണിക്കൂറോളമായിരിക്കും നിങ്ങൾ പറക്കുക. സോളോ ആയിട്ടും അല്ലാതെയും നിങ്ങൾ പറക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ സമയത്ത് നിങ്ങൾ നൈറ്റ് റേറ്റിംഗ്, അതായത് ഇരുട്ടത്ത് VFRൽ വിഷ്വലി ഫ്ലൈ ചെയ്യാനും കൂടെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇത് ഇത്രയും കഴിഞ്ഞ് നിങ്ങൾ പരീക്ഷ എഴുതി പാസ്സായതിന് ശേഷമാണ് നിങ്ങൾ എന്തിനു പോകുന്നത്, നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ് റേറ്റിങ്ങിന് വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ് ആണ് നിങ്ങൾ എടുക്കുക. അതായത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി പഠിക്കാനായിട്ടുള്ള പരിപാടിയായിരിക്കും നിങ്ങൾ ചെയ്യുക. ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇയാസ റിക്വയർമെൻ്റ് അനുസരിച്ച് നിങ്ങൾ കോംപ്ലക്സ് എയർക്രാഫ്റ്റിൽ നിങ്ങൾ റേറ്റിംഗ് എടുക്കണം എന്നാണ്. ഈ കോംപ്ലക്സ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്
എന്താണ് കാറ്റഗറി? ഓക്കെ. റിട്രാക്റ്റബിൾ ലാൻഡിംഗ് ഗിയറുള്ള വേരിയബിൾ പിച്ചുള്ള എയർക്രാഫ്റ്റ് എന്നാണ്. ആം, അങ്ങനത്തെ എയർക്രാഫ്റ്റ് മൾട്ടി എഞ്ചിനാണ്. കുറച്ച് മൾട്ടി എഞ്ചിൻ എയർക്രാഫ്റ്റ്സ് ആയിരിക്കും നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള എയർക്രാഫ്റ്റ്. സെർബിയയിൽ ഈ കോംപ്ലക്സ് എയർക്രാഫ്റ്റിന് പകരം അല്ലെങ്കിൽ കോംപ്ലക്സ് എയർക്രാഫ്റ്റ് ആയിട്ട് അവരൊരു മൾട്ടി എഞ്ചിൻ എയർക്രാഫ്റ്റാണ്, എല്ലാവരും മൾട്ടി എഞ്ചിൻ എയർക്രാഫ്റ്റ്സ് ആണ് യൂസ് ചെയ്യുക. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ CPL ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മൾട്ടി എഞ്ചിൻ റേറ്റിംഗ് എടുക്കുകയാണ് ഓൾറെഡി. ഓക്കെ, അതായത് CPL എടുത്തിട്ട് പിന്നെ പോയി മൾട്ടി എഞ്ചിൻ റേറ്റിംഗ് എടുക്കുന്ന പരിപാടിയില്ല. US-ലാണെങ്കിലും ഇവിടെയാണെങ്കിലും അങ്ങനെയല്ല. നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി മൾട്ടി എഞ്ചിൻ പിസ്റ്റൻ്റെ റേറ്റിംഗ് എടുക്കുകയാണ്. നിങ്ങൾ റേറ്റിംഗ് എടുത്ത് കഴിഞ്ഞു. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റേറ്റിംഗ് എടുത്തതിന് ശേഷം നിങ്ങളുടെ കൊമേഴ്ഷ്യൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. ഈ കൊമേഴ്ഷ്യൽ ട്രെയിനിങ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 10 മണിക്കൂർ നിങ്ങൾ സിംഗിൾ എഞ്ചിനിൽ കൊമേഴ്ഷ്യൽ ട്രെയിനിങ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 5 മണിക്കൂർ ഇൻക്ലൂഡിങ് യുവർ ഫൈനൽ ചെക്ക് റൈഡ് നിങ്ങൾ മൾട്ടി എഞ്ചിനിലായിരിക്കും ചെയ്യുക. ഇത്രയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ചെക്ക് റൈഡിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യില്ലേ, ആ സമയത്ത് നിങ്ങൾ മൾട്ടി എഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ് അതിന് വേണ്ടി നിങ്ങൾ സിമുലേറ്ററിൽ ട്രെയിൻ ചെയ്ത് തുടങ്ങും. ഏതാണ്ട് 10-15 മണിക്കൂർ നിങ്ങൾ ട്രെയിൻ ചെയ്യും. അതിനുശേഷമായിരിക്കും നിങ്ങൾ കൊമേഴ്ഷ്യൽ റേറ്റിങ്ങിന് വേണ്ടി ടെസ്റ്റ് കൊടുക്കുക. അപ്പോൾ ടെസ്റ്റ് കൊടുത്ത് കഴിഞ്ഞു. ഈ സമയം കൊണ്ട് നിങ്ങൾ മൾട്ടി എഞ്ചിൻ ഇൻസ്ട്രുമെൻറ്റ് റേറ്റിങ്ങിന് സിമുലേറ്ററിൽ ട്രെയിൻ ചെയ്യുകയും ചെയ്തു. ഇനി എന്താ നിങ്ങൾ ചെയ്യുക? നിങ്ങൾക്ക് ഇപ്പോൾ മൾട്ടി എഞ്ചിൻ സിമുലേറ്ററിൽ നിങ്ങൾ ട്രെയിൻ ചെയ്തല്ലോ, അത് കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ അത് നടക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ മൾട്ടി എഞ്ചിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കൊമേഴ്ഷ്യൽ റേറ്റിങ്ങിൻ്റെ ടെസ്റ്റ് നടത്തുക. അതായത് നിങ്ങളിപ്പോൾ സപ്പോസ് നിങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞു, നിങ്ങളുടെ ചെക്കിന് റെഡി ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനൽ ചെക്ക് റൈഡിന് റെഡി ആയിരിക്കുകയാണ്. ഈ സമയത്തായിരിക്കും നിങ്ങൾ മൾട്ടി എഞ്ചിൻ ഇൻസ്ട്രുമെൻറ്റ് റേറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ ട്രെയിൻ ചെയ്യുക. ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമുലേറ്ററിലായിരിക്കും ട്രെയിൻ ചെയ്യുക. സിമുലേറ്ററിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ CPLൻ്റെ ചെക്ക് റൈഡ് വരും. CPLൻ്റെ ചെക്ക് റൈഡ് കംപ്ലീറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങളുടെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൾട്ടി എഞ്ചിൻ ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾ ട്രെയിൻ ചെയ്തല്ലോ, അതിനി ആക്ച്വൽ എയർക്രാഫ്റ്റിൽ നിങ്ങൾ പറന്നിട്ട് അതിൻ്റെ റേറ്റിംഗ് എടുക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങൾ CPL എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മൾട്ടി എഞ്ചിനും കിട്ടി, മൾട്ടി എഞ്ചിൻ ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗും കിട്ടി. ഇനി തീർന്നില്ല. ഇതല്ലാതെ നിങ്ങൾക്ക് UPRT എന്ന് പറയുന്നൊരു ട്രെയിനിങ് കൂടി കിട്ടും. അപ്സെറ്റ് പ്രിവെൻഷൻ ആൻഡ് റിക്കവറി ടെക്നിക്ക്. അതായത് ഒരു എയർക്രാഫ്റ്റ് അൺയൂഷ്വൽ ആറ്റിറ്റ്യൂഡിൽ പോയാലോ, അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് സ്പിന്നിലേക്ക് പോയാലോ, അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് നോസ് ഡൗൺ ആയി പോയാലോ, സ്റ്റോളിൽ പോയാലോ ഒക്കെ റിക്കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് UPRT ട്രെയിനിങ് ഉണ്ടാവും. ഇങ്ങനെയാണ് EASA ട്രെയിനിങ്ങിൻ്റെ ഒരു ഷെഡ്യൂൾ വരിക. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇപ്പോൾ നിങ്ങൾ മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ യൂറോപ്പിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒരു ഒരു വേക്കൻസിക്കോ ഒരു ഓപ്പർച്യൂണിറ്റിക്കോ വേണ്ടോ നിങ്ങൾ പൈലറ്റ് ജോബിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചോ, അവിടെ എല്ലായിടത്തെയും മിനിമം റിക്വയർമെൻ്റ് ആണ് നിങ്ങൾ CPL ഹോൾഡറായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ATPL തിയറി നിങ്ങൾ പാസ്സായിരിക്കണം, മൾട്ടി എഞ്ചിൻ ഇൻസ്ട്രുമെൻറ്റ് റേറ്റഡ് ആയിരിക്കണം, നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് UPRT ചെയ്തവരായിരിക്കണം. ഇത് മൂന്നും ഈ ട്രെയിനിങ്ങിനകത്ത് കവേർഡാണ്. അതാണ് ഏറ്റവും വലിയ റീസൺ ടു ചൂസ് സെർബിയ. ഇതല്ലാതെ വേറെ ഒരുപാട് റീസൺസ് ഉണ്ടെങ്കിലും ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺസ്. ഇനി ലൊക്കേഷൻ, ഇതിൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ കാരണം അവിടുത്തെ വെതർ ഭയങ്കര കൺഡ്യൂസീവാണ് ഫ്ലൈയിങ്ങിന് വേണ്ടി. അതായത് നമുക്ക് മിനിമം ഒരു 280 VFR ഡേയ്സ് കിട്ടും. 280 VFR ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിഷ്വലി ആയിരിക്കും ഫ്ലൈ ചെയ്യുക, അതായത് നമ്മൾ നോക്കിയായിരിക്കും പറക്കുക. അപ്പോൾ ഈ വിഷ്വലി ഫ്ലൈ ചെയ്യാൻ ഭയങ്കര കൺഡ്യൂസീവാണ് അവിടുത്തെ വെതർ. അതായത് ഞാനവിടെ സെർബിയയിൽ പോയ സമയത്ത് രാവിലെ 4 മണിക്ക് നേരം വെളുക്കും, വൈകുന്നേരം 8 മണിയായാലും നേരം ഇരുട്ടില്ല.
അപ്പോൾ അത്രയും കൂടുതൽ മണിക്കൂർ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. സോ വെതർ ഭയങ്കര കൺഡ്യൂസീവ് ആണ് ഫ്ലൈയിങ്ങിന് വേണ്ടി. രണ്ടാമത്തത് അവിടുത്തെ എക്കണോമിക്സും അവിടുത്തെ കറൻസിയും നമ്മളുടെ രാജ്യവുമായി വളരെ ക്ലോസ് ആയിട്ടുള്ള കറൻസി ആയതുകൊണ്ട് നമുക്ക് അവിടെ സാധനങ്ങൾ മേടിക്കാനും നമുക്ക് പൈസ കാര്യങ്ങളെല്ലാം യൂറോപ്പിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഭയങ്കര ചീപ്പറാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമുക്ക് ഒരു ഒരു 15 മാസം താമസിക്കാൻ എനിവെയർ ബിറ്റ്വീൻ ഒരു 3000 to 5000 യൂറോയേ ആവുള്ളൂ. നമുക്ക് പിടിച്ച് ചിലവാക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ജീവിക്കാൻ പറ്റും. 5000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ 5 ലക്ഷം രൂപയാണ്. അതിനുള്ളിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ അവിടെ കണ്ടുമുട്ടി. അവിടെ ഒരു പുള്ളിയുടെ പേര് ഞാൻ മനസ്സിലായി, യാറിസ്ലോവ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. പുള്ളി വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അവിടുത്തെ മാർക്കറ്റ്സൊക്കെ എന്നെ കൊണ്ടത് കാണിച്ചു. അവിടെ നമ്മളെ നാട്ടിലുള്ളതുപോലെ ഈ വഴിയോര കടകളുണ്ട്. നമുക്ക് എന്താണ്, നമ്മുടെ കയ്യിൽ കാശ് കുറവാണ്, നമ്മൾ വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിലാണെങ്കിൽ നമുക്ക് ഈ വഴിയോര കടകളിൽ നിന്ന് ടീഷർട്ട് മേടിക്കാം, ഷർട്ട് മേടിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ എങ്ങനെ സുഡിയോ ഉണ്ടോ അവിടെ അവർക്ക് വൈക്കീക്കി എന്ന് പറയുന്ന എന്താണ് ബ്രാൻഡുണ്ട്. അതേപോലെ തന്നെ ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മാർക്കറ്റ്സ്, അവിടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ മാർക്കറ്റ്സ് ഉണ്ട്. വളരെ എന്താണ് പറയേണ്ട, കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഫുഡ് ഐറ്റംസ് മേടിക്കാം. ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, നമുക്ക് സ്പൈസസ് കിട്ടാൻ ഭയങ്കര പാടാണ്. അവിടുത്തെ ലോക്കൽ ഫുഡിനകത്ത് അവർക്ക് വലുതായിട്ട് സ്പൈസസ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്നവർ സ്പൈസസ് കരുതുക, അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻസിൻ്റെ പേരൻസിന് പെട്ടെന്ന് ഒന്ന് മക്കളെ കാണാൻ പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോകാവുന്നതേ ഉള്ളൂ. അങ്ങനൊരു വലിയ വിസ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോകാൻ പറ്റും. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചത്, ഇത് ഭയങ്കര കോൺട്രവേഴ്ഷ്യലാണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. എൻ്റെ അടുത്ത് ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്, സർ ഹൗ ഡസ് ഇറ്റ് കമ്പയർ ടു സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നൊക്കെ. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സൗത്ത് ആഫ്രിക്ക ഈ 3 രാജ്യങ്ങളും പൈലറ്റ് ട്രെയിനിങ്ങിൽ ഭയങ്കര ഫേമസ് ആണ്. ആൻഡ് ദേ ആർ ഈക്വലി ഗുഡ്. ന്യൂസിലൻഡും ഓസ്ട്രേലിയയും ഭയങ്കര എക്സ്പെൻസീവാണ്. സൗത്ത് ആഫ്രിക്ക കുറച്ചും കൂടി ചീപ്പറാണ്. ദി ഓൺലി തിങ് ഇസ് ദാറ്റ് ATPL തിയറി പാസ്സായാലേ CPL തരൂ എന്ന് പറയുന്നൊരു മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ഈ 3 രാജ്യത്തിനും ഇല്ല. 1. 2, അഡ്വാൻസ്ഡ് UPRT എന്ന് പറയുന്നത് നമ്മൾ ചെയ്യണം എന്ന് പറയുന്ന, അതായത് നമ്മൾ അഡ്വാൻസ്ഡ് UPRT എടുക്കണം എന്ന് പറയുന്നൊരു മാൻഡേറ്റ് ഈ പറയുന്ന 3 രാജ്യങ്ങളിലും ഇല്ല. അതേപോലെ തന്നെ മൾട്ടി എൻജിൻ ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ് എടുക്കണമെന്നോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ചെക്ക് എന്ന് പറയുന്നത് മൾട്ടി എൻജിനിൽ എടുക്കണമെന്നോ ഈ പറയുന്ന 3 രാജ്യങ്ങളിലും മാൻഡേറ്ററി അല്ല. അത് ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, പല കാര്യങ്ങളും നമുക്ക് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ ATPL എടുത്താലേ നമുക്ക് നമ്മുടെ IASA CPL കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ATPL എടുക്കും. അപ്പോൾ നമ്മൾ ഈ CPL എടുത്തതിന് ശേഷം പിന്നെ ATPL എടുക്കാൻ നടക്കണ്ട. ഓക്കെ, പല സ്ഥലങ്ങളിലും നിങ്ങൾ ATPL തിയറി നിങ്ങൾ പാസ്സായിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ എയർ ഇന്ത്യയോ ഇൻഡിഗോ ആരെങ്കിലും നിങ്ങൾ ജോലിക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ATPL തിയറി പാസ്സായിട്ടുണ്ടെങ്കിൽ ദർ ഇസ് സ്പെസിഫിക് അഡ്വാൻറ്റേജ് ടു ഇറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ സെർബിയ സെലക്ട് ചെയ്യാനുള്ള റീസൺ. അത് മാത്രമല്ല വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. ഓൾമോസ്റ്റ് സൗത്ത് ആഫ്രിക്കയുടെ അത്രയോ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ. ഇപ്പം സൗത്ത് ആഫ്രിക്കയിൽ നിങ്ങൾക്ക് സെർബിയയിൽ കിട്ടുന്ന അതേ പ്രൈസിനകത്ത് നിങ്ങൾക്ക് മൾട്ടി എൻജിൻ ഇൻസ്ട്രുമെൻറ്റ് റേറ്റിങ്ങും അപ്സെറ്റ് പ്രിവെൻഷൻ, അഡ്വാൻസ്ഡ് UPRTയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ എനിക്ക് തോന്നുന്നില്ല ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര അഡ്വാൻറ്റേജാണ് സെർബിയ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ സ്റ്റുഡൻസിനെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് സെർബിയയിൽ ഞാൻ വിടുക എന്നുള്ളതാണ്.